everyone, so welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ കുറച്ചൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. എല്ലാ വീഡിയോയും സ്പെഷ്യലാണ്, പക്ഷെ ഇന്ന് അവരെന്നെ കാണാൻ വരുന്നുണ്ട്. സംഭവം എന്താണെന്ന് വിചാരിച്ചാൽ ഈ വീക്ക് ഞാൻ നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയും കാലം ഇവിടെ വാറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരു 2-3 months നമുക്ക് കാണാനേ പറ്റിയിരുന്നില്ല. ഇപ്പോൾ അവർക്ക് ക്ലാസ്സും ഒക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ എന്തായാലും നാട്ടിലേക്ക് പോകുന്നതായതുകൊണ്ട് അവർ പറഞ്ഞ് എന്നെ കാണാൻ വരാം, നമുക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാം, ഒരു വ്ലോഗ് പോലെ എടുക്കാം. അവരിവിടെ വന്നില്ല വരണത്തെ. അപ്പം ഞാൻ വിചാരിച്ചു ഇൻട്രോ ഒക്കെ എടുത്ത് വെച്ച് എല്ലാം സെറ്റാക്കി നോക്കാമെന്ന് വിചാരിച്ചു. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. തുടങ്ങാം അല്ലേ? ഫസ്റ്റ് എന്നാ പിടിച്ചോ. താങ്ക് യു. അടുത്തത് നിന്റെ പ്രിയപ്പെട്ട കുട്ടികൾ നിങ്ങളോട് ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവന്നില്ലേ? പിന്നെ ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞ ഗിഫ്റ്റ്? അടുത്ത ഗിഫ്റ്റ് നിനക്ക് ആൻഡ്രോയിഡ് ഓപ്പൺ ചെയ്യാതെ. ആൻഡ്രോയിഡ് അല്ല, നിന്റെ ഇവിടെ ആദ്യം ആദ്യം ഉണ്ടോ? അതെ, ഇവളുടെ ഡ്രസ്സിന് കറക്റ്റ് മാച്ച്. നീ അതിനായിട്ട് ഇത് ഇവളുടെ നാട്ടിൽ കണ്ണൂർ ബീച്ചിൽ പോയാൽ മതി. കണ്ണൂർ ബീച്ചിൽ പോകുമ്പോ ഇതിട്ടിട്ട് അയ്യോ എന്റെ ഇവിടെ അധികമായിട്ട് അല്ല, ഇതാണ് ആ പിങ്ക് ഓപ്പൺ ചെയ്തോ. ആക്ച്വലി ഞാൻ എനിക്ക് വേണ്ടിയല്ല, ഞാൻ നിന്റെ ഓട്ടോ നിങ്ങളെ രണ്ടുപേരും വീഡിയോയിൽ വരുന്നില്ല, അവിടെ ഇരുന്നു. ഇവിടെ ഇരിക്കുന്നു. ആക്ച്വലി ഞാൻ എനിക്ക് എഴുതേണ്ടതല്ല, ഞാൻ എന്റെ ഓട്ടോഗ്രാഫ് ബുക്കിൽ എഴുതി ഒരു 10ഓളം പേജ് എഴുതി. അതുകൊണ്ട് ഇതിനകത്ത് ഞാനൊന്നും എഴുതിയിട്ടില്ല, ഇതിനകത്ത് ഫോട്ടോസ് ആണ്. അതെ, അതങ്ങനെയൊന്നുമില്ല, അത് താഴ്ന്നു ഞാൻ കണ്ടെടുത്ത് തോന്നുന്നു. ഇങ്ങോട്ട് കാണിക്കേ. സക്സസ് ഗൈസ്, സക്സസ്. ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഇതെല്ലാം എഴുതിയതല്ല, ഞാൻ ലാസ്റ്റ് വായിക്കാം. ഓക്കെ, ഒത്തിരി എഴുത്തില്ല, അതുകൊണ്ട് പ്രശ്നമില്ല. ഇതാണോ? ഞാൻ എന്തായാലും ഇവിടുത്തെ പോകുന്നതിന് മുന്നേ ഇതിന്റെ ലാസ്റ്റ് പേജസിലും കൂടെ നിറച്ചിട്ടേ പോത്തുള്ളൂ. ലാസ്റ്റ് പേജിൽ ഞാൻ എഴുതിയിട്ടില്ല, അത് ഇന്ന് വന്നിട്ട് എഴുതാനായിട്ട്. I love fun seeing in this picture. നീ അതൊക്കെ ശ്രദ്ധിച്ചോ? അതിന്റെ താഴെ റൈറ്റിംഗ് All the pictures in this, all the message I had told in your autograph book. പിന്നെ ലാഗ് ആക്കിയോ? ലാഗ് ആക്കി കളയണ്ടെന്ന് എന്ന് വിചാരിച്ച് ഇത് ആൽബം ബുക്ക് ആക്കി. Okay, lastly I only be happy, stay blessed. Happy birthday to you, ദേവമ്മ. എന്റെ ബർത്ത്ഡേക്ക് നിങ്ങൾ തരണ്ടേ? ഇത് ബർത്ത്ഡേക്ക് 25-ാം തീയതി വന്നില്ലല്ലോ, അപ്പൊ ബർത്ത്ഡേക്ക് വരാമെന്ന് നമ്മളെല്ലാരും ഉണ്ടല്ലോ. ഗൈസ്, ഇനി എന്താണ് പ്ലാൻ? ഇനി ആ പ്ലാൻ പറയാം. എന്തായാലും നിങ്ങളുടെ എത്തിയില്ലേ? ഇപ്പൊ ടൈം എത്രയായി? ഇപ്പൊ 3:45. അപ്പൊ ഞാൻ എന്തൊക്കെ വിചാരിച്ചറിയാം, നമുക്കൊരു വ്ലോഗ് എടുക്കണം. ഓക്കെ, അപ്പൊ ഞാൻ പറയാം, ഇപ്പൊ ഇവര് 3:45 എത്തിയത്. 2:30 വരുന്ന പറഞ്ഞ ഇവരാണ് ഇത്രയും ലേറ്റ്. അപ്പൊ എന്റെ പ്ലാൻ ഒരു വ്ലോഗ് എടുക്കണം, എടുക്കുന്നത്. എന്നിട്ട് ഞാൻ പോയി റെഡിയാവുന്നു. അപ്പൊ നീ ഇത് റെഡി ആവല്ല? അല്ല, എനിക്ക് വേറെ കുപ്പാടണം, ഡ്രസ് ചേഞ്ച് ചെയ്യണം. ഇപ്പഴാണ് ചേഞ്ച് ചെയ്യില്ല, ഇപ്പൊ നമ്മള് യൂനോ കളിക്കും. ചെങ്കവിടെ എന്നോട് പറയല്ല, അവന്തികയുടെ കയ്യിലായിരുന്നു. അവന്തിക നോക്ക്. തോന്നടി, ഞാൻ ഇന്നലെ രാത്രി വരെ ഇന്നലെ രാത്രി വരെ ഞാൻ പറഞ്ഞിരുന്നു ജങ്ക് എടുക്കണം. എന്താ ഈ പന്നിനോട് ഞാൻ പറഞ്ഞിരുന്നു, എന്നിട്ട് ഇവര് 2 എടുക്കാത്ത വന്നു. സംഭവിച്ചത് കേൾക്കൂ. ആൻഡ്രു എന്നോട് പറഞ്ഞു, അപ്പൊ ഞാൻ അടുത്ത ടേബിൾ വെച്ചു. എന്നിട്ട് ആൻഡ്രു പോസ് ചെയ്യണ്ട മതി. എന്നിട്ട് ഞാനങ്ങ് മറന്നു ഗൈസ്, നമുക്കിപ്പൊ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ യൂണ വെച്ച് നമ്മൾ കളിക്കുന്നു, പൊളിക്കുന്നു, സംഭവങ്ങൾ സെറ്റ് ആക്കുന്നു. അപ്പൊ സ്റ്റേ ട്യൂൺ ഗൈസ്. ചേപ്പോടെ ഉള്ളില് എടുത്തോണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ വെക്കാം, ഇവിടെ ഇങ്ങനെ വെക്കാം. കുറച്ച് സമയം ഞാൻ മറ്റേ യൂണോ കളിക്കാൻ വെക്കുന്നത്. സോ നമ്മൾ യൂണോ കളിക്കാൻ പോകുവാണ്. യൂണോ കളിക്കാൻ പോവാണ് ഗൈസ്. സ്പീക്ക് സംതിങ്. സ്കൂളിലൊക്കെ നല്ല അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം എനിക്ക് +2 ഇട്ട് കാർഡ് പുത്തിരി തന്ന ആളുടെ കയ്യിലെ കാർഡ് നോക്കൂ ഗൈസ്.
ദേ ഒരാള് വിജയശ്രീ ലാളിതനായിട്ടിരിക്കുന്ന ഒരാൾ. അവൾക്ക് മിക്കവാറും 6 ആയിരിക്കും ഉണ്ടാവുക. യെല്ലോ 6 ആയിരിക്കും. എന്നതാ കളർ I do have see yellow. നോക്ക് എത്ര കാർഡ് നോക്ക്. I have this and see എത്ര മഞ്ഞുണ്ട് നോക്ക്. എന്നിട്ട് ഞാൻ ആ മഞ്ഞ എന്ത് പട്ടി ദേവോ, എന്ത് പട്ടി പോട്ട് സാറയില്ല. ഇപ്പൊ ഞാൻ ഒരു ഗെയിമിന് കളിച്ച് ജയിച്ചെന്ന് പറഞ്ഞു ഒന്ന് ഹാറ്റാനൊന്ന് പോവാൻ. പക്ഷെ ഇതായിരുന്നു കോമ്പറ്റീറ്റീവ് കളി. ഇതൊക്കെ എന്തായിരുന്നു? അത് സ്കില്ല്. ഓ സ്കില്ല്. സോ നമുക്ക് ഇനി എന്ത് കളിക്കാം? ഹായ് ഗൈസ്. ഹായ്. ഈ ചൂടത്ത് നിനക്ക് ഫോട്ടോ എടുക്കണ്ടേ? ഹായ് ഗൈസ്. സോ നമ്മൾ കടയിൽ പോകുവാണ്. അതെ അധികം വെയിലത്ത് കണ്ട ടാൻ അടിച്ചൊരു വകയാവും. ഇപ്പാണ് ഇവിടെ ഭയങ്കര ചൂടാ. ഭയങ്കര ചൂടാ വെച്ചാൽ നല്ല ചൂടാ. സോ യാ നമ്മൾ ചൂടത്ത് പോയി. അവളെന്നെ അടിക്കും, ഞാൻ നിനക്ക് മതി. എടി കൊടുക്കടേ ക്ലോസ്. നിനക്ക് അറിയുന്നില്ല എന്നേ ഉള്ളൂ. ഇവരെല്ലാരും പിന്നെ അന്റാർട്ടിക്കാന്ന് വന്നോണ്ട് പ്രശ്നമില്ല. ഞാൻ രാജസ്ഥാനിൽ പോയായിരുന്നു. അപ്പൊ നമുക്കിത് വീട്ടിൽ കൊണ്ട് കൊടുക്കാം. സോ നമ്മളിപ്പം ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പോകും. ആ വീട്ടിൽ ഒരു ഹായെങ്കിലും പോരാ. സോ നമ്മളങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തോണ്ട് സോ ബ്യൂട്ടിഫുൾ. സീ ദ ഫ്ലവർ. അയ്യോ ഇങ്ങോട്ട് കിട്ടില്ല. നിങ്ങൾ ഫോട്ടോ എടുക്കും. ഓഫ് കോഴ്സ്. അങ്ങനെയൊന്നുമില്ല ഗൈസ്. നമ്മളിപ്പോ ഇങ്ങനെ ചില്ലടിച്ചോണ്ടിരിക്കുകയാണ്. സമയം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ ലാസ്റ്റ് മീറ്റ് റേഡിയോ പറയുന്നത്. നമ്മളിങ്ങനെ ലാസ്റ്റ് മീറ്റ് പൊക്കോണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് മിനിറ്റ് നമ്മൾ ബാക്കി എടുക്കട്ടെ ഗൈസ്. നമ്മൾ ഫോട്ടോസ് എല്ലാം എടുത്തു കഴിഞ്ഞു. നമ്മൾ ഇനിയും വീട്ടിലോട്ട് നടന്നു പോവാണ്. എന്താണ് ദേവുന് എന്നെ പറ്റി പറയാനുള്ളത്? ഞാൻ സത്യസന്ധമല്ല. നമ്മൾ കുറച്ച് ആക്ട് ചെയ്ത് നമ്മൾ കുറച്ച് കള്ളത്തരൊക്കെ പറയണം. എവിടെ ആൾക്കാര് അതൊന്നും എന്തേ ഈ ഡോഡ്ജിന്റെ മുന്നിൽ നമുക്കൊരു ഫോട്ടോ എടുത്തോ. ഞാനും ഫോട്ടോ. പിന്നെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാൻ വന്നു. അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ചു. സോ ഗൈസ് നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. എന്താ ഇനിയും വൈൻഡപ്പാണ് ഗൈസ്. നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഒന്ന് പോയി നടന്നിട്ട് വരും. ഫുഡ് കഴിച്ചിട്ട് വേറെ ഫുള്ളായി പോയി. സോ യാ ഈ പൂക്കികൾ, ഈ പൂക്കികളല്ല കൊരങ്ങത്തികൾ പോവാണ് കുറച്ച് കഴിഞ്ഞിട്ട്. ഞാൻ ഇപ്പൊ വരാം. അവനത്തേക്ക് അവിടെ ഉണ്ടാവും ലിപ്സ്റ്റിക് തപ്പാണ്. സോ യാ ഇന്നത്തെ വീഡിയോ തരുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.